ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ വിശേഷം തന്നെ കേട്ടോ. പതിവ് പോലെ രാവിലെ പറഞ്ഞാൽ 6 മണിയൊക്കെ ആയി. ഉണ്ണിമോളൊക്കെ മദ്രസയിൽ പോയി. ട്യൂഷൻ എന്നാ വരുന്നത് വായിൽ. മദ്രസയിൽ പോയിട്ട് ഒന്ന് 2 മിനിറ്റ് നേരം വൈകിട്ട് ഗൈസ്. എന്താ വെച്ചാൽ ഇത്തിരി നേരം വൈകി നീച്ച് പോയി. എനിക്ക് ഓർമ്മയില്ല, മദ്രസയുടെ കാര്യം ഓർമ്മ തന്നെ ഇല്ല. അപ്പോൾ പെട്ടെന്ന് വെച്ചപ്പോൾ അയ്യോ ഒന്ന് മദ്രസ ഉണ്ടല്ലോ വെച്ചിട്ട് ചാടി പറഞ്ഞവിടെ നീച്ചൂട്ടാ. അങ്ങനെ അവളതിനൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ ഇന്നലെ രാത്രി മേടിച്ച് കൊണ്ടാണ് ഇക്കാട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് മേടിച്ചിട്ട് പുട്ടും കൂടി മേടിക്ക്, പപ്പടം വാങ്ങുക, പഴം കിട്ടിയ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ പപ്പടം കിട്ടിയിട്ടുണ്ട്, റോബസ്റ്റ് പഴം. പിന്നെ ആദ്യം വിചാരിച്ചത് ഞാൻ ഇതെന്ത് പച്ചക്കായ എത്ര അധികം മേടിച്ചോർന്നേക്കണെന്ന് വിചാരിച്ചുട്ടാ. ഞാൻ ഇക്കാട് പൂവമ്പഴം വാങ്ങാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പഴം കിട്ടിയിട്ടുണ്ടാവില്ല, എന്തിനിപ്പോൾ ഈ കണ്ട കായൊക്കെ മേടിച്ചോണ്ടിരിക്കണമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോഴാണ് ഞാൻ ചോറ് നമ്മളൊക്കെ പറയുന്നത് പൂവമ്പഴം കിട്ടിയില്ല കേട്ടാ, റോബസ്റ്റ് പഴം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞ റോബസ്റ്റ് പഴം ഇരുന്നത്, ഞാൻ പച്ചക്കായ എന്തിനും ഇത്ര അധികം മേടിച്ചു പറഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ. അപ്പോൾ എന്താ റോബസ്റ്റ് പഴം പുട്ടും നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഉപ്പ. അപ്പോൾ ഉപ്പ അവിടെ വീട്ടിൽ കുറച്ച് ദിവസം ഒരാഴ്ച പുട്ടും റോബസ്റ്റ് പഴം ഇരുന്നു. ഉമ്മ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് വിളിക്കുമല്ലോ ഒരു കാലത്തൊക്കെ. അപ്പോൾ എന്താ ചായക്ക് കടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ പറയണത് ഉപ്പ റോബസ്റ്റ് പഴവും പുട്ടും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച പുട്ടും പഴം തന്നെയാണ് ഉമ്മ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ പറയട്ടാ. അപ്പോൾ നല്ലത് തന്നെയാണ്, റോബസ്റ്റ് പഴമൊക്കെ ശരീരത്തിന് നല്ലതാട്ടാ. അപ്പോൾ പപ്പടം ഞാൻ ഇട്ടേക്കുന്ന പാത്രമാണിത്. ഫ്രിഡ്ജിലാട്ടോ ഞാൻ വെക്കുക, കേട് വരുമൊന്നുമില്ല, കുറേ കാലം നിൽക്കും. പിന്നെ കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാടമുട്ട ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയില്ലേ, ഫ്രിഡ്ജിലായിരുന്നേ. കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല വീഡിയോയിൽ, ഞാൻ കാണിച്ചുല്ലേ. അപ്പോൾ റോബസ്റ്റ് കാടമുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 50 എണ്ണം മേടിച്ചു കേട്ടോ. കുട്ടികൾക്കൊക്കെ പുഴുങ്ങി കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്കും എല്ലാവർക്കും കഴിക്കാം. ഈ 2 എണ്ണം വെച്ചിട്ടാണ് പുഴുങ്ങിക്കോ പറഞ്ഞിട്ട് എല്ലാതും എന്നും. അപ്പോൾ ഈ 2 എണ്ണം വെച്ചിട്ട് എണ്ണീട്ടൊന്നും എടുക്കാൻ പറ്റി. ഞാൻ കുറച്ച് അങ്ങോട്ട് എടുത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, നല്ല മഴ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഇന്നും നല്ല മഴ, ഇടി മഴ നല്ല മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ സൗണ്ട് കൊടുക്കുന്നത് റൂമിൻ്റെ ഉള്ളിൽ ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് സൗണ്ട് ഇങ്ങനെ കൊടുക്കണത്. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ഇതാ 2ാം പ്രാവശ്യം മഴ നന്നായി പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ. വെള്ളമൊന്നും ഇല്ലാണ്ട് കിണറ്റിലൊക്കെ ഞാൻ വെള്ളത്തിന് പോണോടത്ത് കിണറ്റിൽ അടിയായിട്ടാണ് വെള്ളം, നല്ല അടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ആവട്ടെ അല്ലേ എല്ലാവരുടെയും. അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അജ്മി പുട്ടുപൊടിയില്ലേ, ആ പൊടിയാണ്. നല്ല നൈസ് പുട്ട് കിട്ടും നമുക്ക് കഴിക്കാൻ. നല്ല അത് കട്ടൻ ചായ കൂട്ടിയിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഒരു നല്ലൊരു പുട്ടുപൊടിയാണിത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാട്ടോ പുട്ട്. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മുന്നൊക്കെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കഴിച്ചപ്പോൾ വലിയ നെഞ്ഞുനീറ്റോ എന്ന സംഭവമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കിക്കോളാനൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ കുറച്ച് പുട്ടുപൊടിയൊക്കെ എടുത്ത് ബാക്കി ഞാൻ ഉറയിൽ കെട്ടി വെച്ചു കൂട്ടാം. അത് നല്ലോണം അധികമാവും, അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പിരിപിരിങ്ങനെ ആവും. അങ്ങനെ അപ്പോൾ മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്, ഇടി മുഴങ്ങണ സൗണ്ടൊക്കെ വോയിസ് കേൾക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ. അപ്പോൾ നാളികേരം ഞാൻ നോക്കുക, നാളികേരം ഉണ്ടാവും വെച്ചിട്ട് നോക്കുക. അപ്പോൾ ചാക്കൊക്കെ എടുത്തപ്പോൾ ആകെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും നാളികേരം മേടിക്കണം, കുറേ ആയി നാളികേരം മേടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ നേരെ മുന്നിലൊരു വീടുണ്ട്, അവിടെ കുറേ തെങ്ങും പറമ്പിൽ കുറേ തെങ്ങൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെ വീട്ടിൽ നിന്നായിട്ട് ഞങ്ങൾ നാളികേരം 10 എണ്ണം 20 എണ്ണമൊക്കെ ആയിട്ട് മേടിക്കും. അപ്പോൾ ഇനി നാളികേരം മേടിക്കണം ഗെയ്സ്. നാളികേരമൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങൊക്കെ മുറിച്ചിട്ടല്ലേ വീടൊക്കെ വെച്ചത്. അങ്ങനെ നാളികേരം പൊളിച്ചിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ തുള്ളി വെള്ളമുള്ളൂ കേട്ടോ. വെള്ളമൊന്നും ഇല്ല അതിൽ, വേണ്ട വലിയ മധുരമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നാളികേരമൊക്കെ ഉടച്ചു. ഞാൻ നാളികേരം ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് നാളികേരം ചിരകൽ. ഇഷ്ടമല്ല കേട്ടോ നാളികേരം ചിരക. അങ്ങനെ വേഗം അങ്ങോട്ട് കഴിയൂല, ഞാൻ കുറേ നേരം എടുക്കും കേട്ടോ. അങ്ങനെ ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നാളികേരം ചിരകല്ലേ പറ്റുള്ളൂ, ഞാൻ തന്നെ ചിരകണ്ടേ. അപ്പോൾ എന്തായാലും വേഗം ചിരകൂട്ടാ. ഇക്കൊക്കെ നാളികേരം ചിരക വെച്ചെങ്കിൽ എങ്ങനെ അറിയോ ഞാൻ പറഞ്ഞുതരാം. നടുക്കുന്ന ചിരകുള്ളൂ, കുറേ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെയാണ് ഇക്കാടെ നാളികേരം ചിരകൽ. പക്ഷേ വേഗം ചിരകി ഇരുട്ടാണ്. അങ്ങനെ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ മുടീനെ കുറിച്ചിട്ട് മുടിയിൽ എന്ത് ഹെയർ എണ്ണ തേക്കിന് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആകെ ഒരാളുടെ കമൻറ്റേ വരുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയാം, നമുക്കൊന്നും അധികം കമൻറ്റൊന്നും ഇല്ല ഗൈസ്. ആരും ഒന്നും കമൻറ്റും ഇല്ല, ലൈക്കും ഇല്ല, ഒന്നുമില്ല. വീഡിയോ അത്യാവശ്യം കുറച്ച് വ്യൂവേഴ്സ് വെല്ലെണ്ണാവുന്ന വ്യൂവേഴ്സൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക്. എന്നാലും തളരാതെ മുന്നോട്ട് പോവുകയാണ് ഞാൻ. എന്തെങ്കിലും നമുക്കൊരു കയറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഗൈസ്. നമുക്കൊരു സമയം ഉണ്ടാവുമല്ലോ, അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം നിർത്തി, രണ്ടാമത്തെ പ്രാവശ്യം നിർത്തി, ഇപ്പോൾ അതാ മൂന്നാമത്തെ പ്രാവശ്യം തുടങ്ങി, പിന്നെ ഇതാ നാലാമത്തെ പ്രാവശ്യമായിട്ടപ്പോൾ ഞാൻ പിന്നെയും വീഡിയോയിൽ ഊന്തി തള്ളി വരുന്നത്. ഇനിയിപ്പോൾ എറണാകുളത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോവന്നെ. അങ്ങനെ പുട്ടൊക്കെ ഒരു കുറ്റി പുട്ട് റെഡി ആയി. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടില്ല, ചായ ഒക്കെ എടുത്തുട്ടാം. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞ് നിർത്തിയത്, മുടിയുടെ കാര്യം. അപ്പോൾ മുടി ഞാൻ കാച്ചി എണ്ണയാണ് തേക്കുന്നത്. ഞാൻ എണ്ണ കാച്ചണ വീഡിയോ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം. ഞാനിതിൽ കാച്ചണ എണ്ണ ഞാൻ കാട്ടി തരുന്നുണ്ട്, അല്ല കാച്ചി എണ്ണ അത് തയ്യാറായിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയാണ് ഞാൻ തലയിൽ തേക്കുന്നത്. നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പം അധികം മുടി കൊഴിയണില്ല, മുടിക്ക് ഇത്തിരി അത്യാവശ്യം ഉള്ളു വന്നിട്ടുണ്ട്. എനിക്ക് നല്ല, നമുക്ക് മുടി പിടിച്ചറിയാലോ, അത്യാവശ്യം ഉള്ളു വന്നിട്ടുണ്ട്. പിന്നെ മുടി നന്നായി കറക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒരു ദിവസം ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാക്കും ഞാൻ അതാ തേച്ച് കൊടുക്കുന്നു. ഇക്കാക്ക് ആദ്യം തീരെ മുടി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഇക്കാക്ക് തീരെ മുടി ഉണ്ടായിരുന്നില്ല, തീരെ വണ്ണം ഉണ്ടായിരുന്നില്ല, വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ. ഞാൻ എൻ്റെ വീട്ടിലുണ്ട് ആൽബമൊക്കെ, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ സമ്മതിക്കില്ല, കാണിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. ഇക്കാക്ക് എന്നെ ഇഷ്ടമല്ല ഇക്കാടെ ഫോട്ടോ. ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്നും ഇക്ക അധികം എയിമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കൊന്നും നന്നായത് കേട്ടോ. തടി വെച്ചതും ഒന്ന് നന്നായതും മുടിയൊക്കെ വന്നതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. എനിക്ക് വെച്ചെങ്കിൽ മുടിയില്ലാത്ത ആൾക്കാരൊന്നും അങ്ങനെ വലിയ, ഇത് വെച്ചെങ്കിൽ തോനെ മുടി വേണം. ആണുങ്ങൾക്കൊക്കെ ഒത്തിരി മുടി ഉണ്ടെങ്കിലല്ലോ ഒരു. അപ്പോൾ എൻ്റെ കുട്ടികളായാലും അത് ഇക്കാക്കൊക്കെ ഞാൻ എണ്ണൊക്കെ തേച്ച് ഇക്കാടെ മുടി എങ്ങനെയൊക്കെ വളരാൻ പറ്റുമോ അതൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഇൻഷാല്ലാ ഞാൻ ആൽബമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഇക്കൊന്ന് നന്നായിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മുറ്റടി ആയില്ലേ. മുറ്റടിക്കുമ്പോഴാണ് ഗേസ് പിന്നെ ഈ പൂച്ച, ഞാൻ മീൻ നന്നാക്കുന്നതിൻ്റെ അവിടെ വന്ന് എന്നെ ആ പൂച്ചയുടെ ബാത്റൂമാണ് തോന്നുന്നുണ്ടത്, അവിടെ വന്ന് അങ്ങോട്ട് സംഭവം സാധിച്ചിട്ട് അവിടെ പോവും. പൈസ നേരെ വിളിച്ചാൽ പിന്നെ പല്ല് വയ്ക്കുമ്പോൾ അതിൽ ചവിട്ടിയിട്ട് പോയത്. ഞാൻ ചെരുപ്പിടാന്ന് പറഞ്ഞ ചെക്കൻ കൂട്ടാക്കില്ല 3 എണ്ണം തേട്ടാ ചെരുപ്പിടാണ്ട് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് കാലിൻ്റെ ഉള്ളിൽ കാലൊക്കെ കാണണം ചെരുപ്പിടാണ്ട്. എനിക്ക് ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല, അതൊക്കെ ചെരുപ്പ് കാലുമ്പോൾ വേണം. എന്നിട്ട് 3 എണ്ണം ഇടില്ല. എന്നിട്ട് അവൻ അതിലൊക്കെ ചവിട്ടി കൂട്ടി ആകെ ഇതാക്കി. ഞാൻ അപ്പോൾ വെണ്ണൂറ് എടുക്കാൻ പോവാട്ടെ നമുക്ക് ഇടാൻ, കാലൊക്കെ നന്നായി അരച്ച് കഴുകിക്കോ എന്നൊക്കെ പറഞ്ഞ് അവനവിടെ ആക്കിയിട്ട് കണ്ടില്ലേക്ക് ഈ വെണ്ണൂറ് ഇടാൻ തന്നെ നേരമുള്ളൂ. പിന്നെ ഇക്കാക്ക് പുറത്തേക്ക് ഇറങ്ങിയ ഇക്കാണ് വെസ്റ്റ് ചവിട്ടിയിൽ പൂച്ചയുടെ ഇങ്ങനെ കാര്യം സാധിച്ചിട്ടുണ്ടാവുക. ഇക്കാക്ക് ചവിട്ടി കഴുകാനും എനിക്ക് വെണ്ണൂറിടാൻ തന്നെ നേരം. അങ്ങനെ കുട്ടികളൊക്കെ ചായ കുടിക്കുന്നുണ്ട്. കുട്ടികൾ ഇതാ കണ്ട, ഇതാണ് കേട്ടോ എണ്ണ. ഈ കാച്ചി എണ്ണയാണ് ഞാൻ തലയിൽ തേക്കുന്നത്. നല്ല എണ്ണയാണ്. ഇപ്പോൾ ഒരു കുപ്പി പകുതി മുക്കാലും കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ തേച്ച് ഇത്രയായി. ഇക്കാക്ക് അതന്നെ തേച്ച് കൊടുക്കണം. ഇക്കാക്ക് കണ്ടില്ല അത്യാവശ്യം മുടിയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇക്കത എന്തൊക്കെ എഴുതി കൂട്ടുന്നുണ്ട്, കച്ചവടത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ടെന്ന്, വെള്ളം വരുന്ന ദിവസം അപ്പോൾ ഇക്ക വണ്ടിയൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെന്നു. പിന്നെ കുട്ടികൾക്ക് റോബസ്റ്റ് പഴവും പുട്ടും വെച്ച് കൊടുത്തപ്പോൾ ആദ്യം ഞാൻ അവർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ കുഴച്ചിട്ട് കൊടുക്കാറ്. ഇപ്പോൾ ഇവരെന്താ സംഭവം കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ ആ പഴം അങ്ങനെ വെച്ചപ്പോൾ ഇതെന്തും വെച്ച് പച്ചപ്പഴം നന്നേക്കണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പൊളിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പഴുത്തതാണ്. ഇങ്ങനത്തെ പഴമൊക്കെ ഉണ്ട് കുട്ടികളെ. ഞാൻ അവർക്ക് പഴമൊക്കെ കുഴച്ചിട്ട് ഞാൻ പുട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവരെ കുളിയൊക്കെ കഴിച്ചു, മദ്രസയിൽ പറഞ്ഞേക്കാൻ നോക്കാട്ടോ. അപ്പോൾ കുഞ്ഞുള്ള കുളിയാണ് ഇവരെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെ ഫസ്റ്റ് നീക്കിന് അവരെ ഫസ്റ്റ് കുളിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നേരത്തെ നീച്ച് വന്നത് കുഞ്ഞോളാട്ടാ. അപ്പോൾ കുഞ്ഞോളെ നേരത്തെ കുളിപ്പിച്ചു, ഫസ്റ്റ് കുളിപ്പിച്ചു. അവൾ ഒരുങ്ങിലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഫൈസീനെയാണ്. നല്ല ഇടി മുഴങ്ങുന്നുണ്ട് ഗേസ്, നല്ല ഇടി വെട്ടുണ്ട്. അപ്പോൾ ഫൈസി കണ്ടില്ലേ, ഫൈസിനെ ചീത്ത പറഞ്ഞു. അവനെ TV ഇരുന്ന് കാണുക, ഒരു കാര്യം വേഗം ചെയ്യില്ല. ഇങ്ങനെ പോണ നേരത്തെ അപ്പോൾ ഒരു അടിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് പാവം തോന്നുകയാണ്. ഈ പോണ നേരത്ത് ഒരു അടിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമില്ല. അപ്പോൾ ഒരു ഉമ്മക്ക് കൊടുത്തതാട്ടാ. അപ്പോൾ അവൻ്റെ മുഖത്തൊരു ഉഷാറില്ല. എത്ര പ്രാവശ്യം ഇങ്ങനെ പറയണമെന്നറിയോ, വേഗം ചെയ്യുന്നൊക്കെ. പല്ലേക്കാൻ എന്നെ കുറേ നേരം പറയണം, ഒക്കെ സാവധാനമൊക്കെ ചെയ്യുള്ളൂ. അപ്പം ചീത്തൊക്കെ ഇടും. എല്ലാ കുട്ടികളും പോയി 8:30 മദ്രസയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും പോയി. ഇവരിങ്ങനെ
കളിച്ച് നിൽക്കുക. അപ്പോൾ ദേഷ്യം വന്നു ഗെയ്സ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു അടിയൊക്കെ കിട്ടി. അങ്ങനെ ഇക്കതാ മദ്രസയെ കൊണ്ടാക്കുന്നുണ്ട്. കുട്ടികളെന്നെ ടാറ്റ തരികട്ട. ആ തിരിവ് കഴിയോളം ഒരു ടാറ്റ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പൈസയായിട്ട് കൂടുതൽ കണ്ടില്ലേ, ടാറ്റ തന്നുകൊണ്ടിരിക്കും. അവനൊരു സുഖമില്ല, മുഖത്തൊരു ഉഷാറില്ല. ഞാൻ തല്ലുകൊണ്ടിട്ടല്ലേ പോയത്. അതിന് കുറേ ഉമ്മൊക്കെ കൊടുത്തുട്ടാ. അപ്പോൾ അത് ഉണ്ണിമോള് വന്ന് ചായ കുടിക്കുന്നുണ്ട്. അവൾക്ക് പുട്ടുംപഴം ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കൂട്ട ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ട് കഴിച്ചവള്. അപ്പോൾ എനിക്ക് തുടച്ചിരട്ടത് മുകളിലാണ്. മുകളിലത്തെ സംഭവം ഒന്നും അധികം ആദ്യത്തെ വീഡിയോയിലൊക്കെ എടുത്തതാണ്. പിന്നെ ഞാൻ മുകളിലേക്കാണ്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇത് മുകളിലത്തെ സംഭവം മറ്റേ റൂമും കാര്യങ്ങളാട്ടോ, സിറ്റ് ഔട്ട് അവൾ തുടച്ചേരേക്ക്. അപ്പോൾ ഇതൊരു റൂം, ഇതാണ് ആകെ കൂടിയുള്ളൊരു വലിയ റൂം. ഇത് ഹാള്, പിന്നെ ഒരു റൂമും കൂടി ഉണ്ട്. ഇതൊരു റൂം. അങ്ങനെ മുകളിൽ 2 റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾ ഉപ്പച്ചിയുടെ അടുത്ത് സോപ്പ് ഇടാതിരിക്കുക. ഉപ്പച്ചിയെ കടൽ കാണാൻ കൊണ്ടുപോകും. സ്കൂൾ പൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. ഒരു ഐസ്ക്രീം പുറത്ത് പോയി കഴിച്ചിട്ട് പോലും ഇല്ല, എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവളിങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറയാം. അപ്പോൾ എന്തായാലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാണ് അറിയില്ല. അങ്ങനെ തിരുമ്പൽ കഴിഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ പുറത്ത് തോരട്ടു. ഇനി ഈ ബക്കറ്റിലുള്ളത് മുകളിൽ തോരയിടാൻ വേണ്ടിയിട്ട് അഴക്കൊക്കെ കെട്ടിയത് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായ കുടി കഴിഞ്ഞാൽ പിന്നെയുള്ള പണികളൊക്കെ മെല്ലെ ചെയ്യാച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. രാവിലത്തെ കുറച്ച് തിക്കും തിരക്കും പിടിച്ച കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തതാട്ടോ. ഇനിയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ സമയം നോക്കുക, ഞാൻ 9 മണിയായി. അപ്പോൾ 9 മണിക്കായിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. 9:30 ആവാറൊക്കെ ഉണ്ട്, ഇന്ന് കുറച്ച് നേരത്തെ എന്തായാലും. അങ്ങനെ ഉണ്ണിമോൾക്ക് ഒരു പേനൊക്കെ കൊടുത്തു വെക്കുക. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇടുക കേട്ടോ. ലൈക്ക് അടിക്കുക. ലൈക്ക് തീരല്ല, അപ്പോൾ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അത്രയൊക്കെ ഉള്ളൊക്കെ പറയാൻ. ഇനി നമുക്ക് ഇതേപോലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വീട്ടിൽ പോകുന്നുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.